വിജയകുമാർ, വലിയ കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നതെന്ന് ഇപ്പോൾ ഹൈക്കോടതി പോലും ചൂണ്ടിക്കാട്ടുകയാണ്. നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വലിയ വ്യാപ്തി ഈ സ്വർണ്ണക്കൊള്ളയ്ക്കുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ കൊടിമരം മാറ്റിയതിനെ കുറിച്ചും അന്വേഷിക്കണം എന്ന കാര്യം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനപ്പുറത്തേക്ക്, അതായത് ഈ അവിടെ കൊണ്ടുവന്ന ഈ പാളി തന്നെ, തിരിച്ചു കൊണ്ടുവന്ന പാളിയിൽ പോലും ഹൈക്കോടതി സംശയം പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ വലിയ കൊള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘം വിപുലീകരിക്കുക കൂടി ചെയ്യുകയാണ് ഹൈക്കോടതി. അതിന് അനുമതി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. എന്താണ് ഈ ഉത്തരവ് വായിച്ചു നോക്കുമ്പോൾ വിജയകുമാർ മനസ്സിലാകുന്നത്? ദിലീപ് കുമാർ, ഈ ഇടക്കാല ഉത്തരവിന്റെ 10-11 പാരഗ്രാഫുകളിലാണ് ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ട കോടതിയുടെ നിരീക്ഷണങ്ങൾ ഉള്ളത്. അതിൽ ഈ SIT തന്നെ കോടതിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഈ പഴയ കൊടിമരം മാറ്റിയ സംഭവത്തിൽ വളരെ കാര്യക്ഷമമായ പരിശോധന ആവശ്യമായ സാഹചര്യങ്ങൾ അതിനെ ചുറ്റിപ്പറ്റിയുണ്ട് എന്ന് SIT തന്നെ പറയുന്നുണ്ട്. ആ നിലയ്ക്ക് SITയുടെ ആവശ്യം കൂടി കണക്കിലെടുത്താണ് അത്തരമൊരു അന്വേഷണത്തിന് ഇവിടെ ഹൈക്കോടതി SITക്ക് അനുമതി നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള എന്നത് ദ്വാരപാലക ശില്പപ്പാളിയിലെയും അതുപോലെ ശ്രീകോവിൽ വാതിലിലെയും അല്ലെങ്കിൽ കട്ടിളപ്പാളിയിലെയും മാത്രമല്ല, ഈ പറയുന്ന കൊടിമരം മാറ്റാനിടയായ സാഹചര്യവും അതിനെ ചുറ്റിപ്പറ്റിയുണ്ടായ മറ്റ് സംഭവ വികാസങ്ങളിലെയും അന്വേഷണം വേണമെന്ന് SITയുടെ ആവശ്യമാണ് യഥാർത്ഥത്തിൽ കോടതി ഇവിടെ അനുവദിച്ചിരിക്കുന്നത്. ഈ വാജിവാഹനം, അതായത് ഈ വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ 10.68 കിലോഗ്രാം തൂക്കമുള്ള ഈ വാജിവാഹനം അത് സീസ് ചെയ്ത കാര്യം, അത് കോടതിയുടെ മുൻപാകെ എത്തിയ കാര്യവും SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരു ഹൈക്കോടതി അഡ്വക്കേറ്റ് കമ്മീഷണറെ ഇത്തരം സാഹചര്യങ്ങൾ നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയ കാര്യവും ഈ കോടതിയുടെ 10ാമത്തെ ഉത്തരവിന്റെ 10ാം പാരഗ്രാഫിൽ പറയുന്നുണ്ട്. പക്ഷേ അതിലേതെങ്കിലും തരത്തിൽ ചട്ടവിരുദ്ധമായി നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ലയോ എന്നതിൽ കോടതി ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അത് ഇപ്പോഴത്തെ സീസ്ഡ് ആർട്ടിക്കിൾ ഹാസ് ബീൻ പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദ ജൂറിസ്ഡിക്ഷൻ കോർട്ട് ഓൺ 13/1/26. അതായത് അവിടുത്തെ കോടതി, കൊല്ലത്തെ വിജിലൻസ് കോടതി മുൻപാകെ, അധികാര പരിധിയിലുള്ള കോടതി മുൻപാകെ ഒരു തൊണ്ടി മുതലായി എത്തിച്ചിട്ടുള്ള കാര്യം ഇതിൽ ഉത്തരവിൽ ഹൈക്കോടതി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാജിവാഹനത്തിന്റെ കാര്യത്തിൽ കോടതിയുടെ ശ്രദ്ധയിൽ അത് എത്തിയിട്ടുണ്ട്. അതിലേതെങ്കിലും തരത്തിൽ വീഴ്ചയുടെ സൂചനയോ അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റവിമുക്തരാക്കിയോ ഒന്നും കോടതി ചെയ്തിട്ടില്ല. അതും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട വസ്തുതകളുടെ കൂട്ടത്തിലാണ് കോടതി ചേർത്തിരിക്കുന്നത് എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പഴയ കൊടിമരം അത് മാറ്റാനിടയായ സാഹചര്യം, അതിന് മാറ്റണമെന്ന് നിർദ്ദേശിക്കുകയും അപ്പോൾ മാറ്റാനിടയായ സാഹചര്യവും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് എന്ന് SIT ആണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന് കോടതി അനുമതി നൽകുകയും ചെയ്തിരിക്കുകയാണ്. ദിലീപ്, ഇവിടെ പ്രധാനപ്പെട്ടത് സ്വർണ്ണപ്പാളികൾ അവിടെ എത്തിയത് യഥാർത്ഥത്തിൽ അവിടുന്ന് കൊണ്ടുപോയത് തന്നെയാണോ എന്നതിൽ കോടതിക്ക് വലിയ സംശയമുണ്ട്. അങ്ങനെയല്ല എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പക്ഷേ അക്കാര്യത്തിൽ ഈ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥരുടെ മൊഴി കൂടി രേഖപ്പെടുത്തി അതിലൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനാണ് കോടതി ഇപ്പോൾ SITയോട് പറഞ്ഞിരിക്കുന്നത്. അതുകൂടി കഴിഞ്ഞാൽ അതിലൊരു നിഗമനത്തിലേക്ക് ഹൈക്കോടതി എത്തുകയും ദേവസ്വം ബെഞ്ച് എത്തുകയും അതിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മറ്റേതെങ്കിലും ഏജൻസിയുടെ അന്വേഷണത്തിന്റെ സാഹചര്യത്തിലേക്ക് അത് പോവുകയും ചെയ്യുമോ എന്ന സംശയം ബലപ്പെടുകയാണ്. കാരണം നേരത്തെ കോടതി ഇത്തരം വസ്തുക്കൾ ശബരിമലയിൽ നിന്ന് ഈ നിലയിൽ കൊണ്ടുപോയ വസ്തുക്കൾ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയുടെ പക്കലെത്തുകയും അത് ആ നിലയിൽ രാജ്യാന്തര തലത്തിൽ കൈമാറ്റപ്പെടുകയും ചെയ്തു പോയിട്ടുണ്ട് എന്ന സംശയം കോടതി ഉന്നയിച്ചിരുന്നു. അതിലേക്ക് വിരൽ ചൂണ്ടുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളാകെ. ഇപ്പോൾ VSSയുടെ പരിശോധനാ റിപ്പോർട്ടുകളാണെങ്കിലും അവിടെ എത്തിയത് ഇവിടുന്ന് കൊണ്ടുപോയ പാളികളല്ല എന്നത് ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടതി അത് ഒന്നുകൂടി സ്റ്റാമ്പ് ചെയ്യുക, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയാണ് VSSലെ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്താൻ SITയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ SITയുടെ അന്വേഷണ പരിധിക്ക് പുറത്തേക്ക് ആ സാഹചര്യങ്ങൾ മാറുകയും CBI പോലെയുള്ള ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസിയുടെ ഇടപെടൽ അനിവാര്യമാകുന്ന ഒരു ഘട്ടം എത്തുകയും ചെയ്യും എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ശബരിമലയെ സംബന്ധിച്ച് അവിടെ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ മുഴുവൻ അല്ലെങ്കിൽ ഈ നിലയിലുള്ള അറ്റകുറ്റപ്പണികളാകെ വലിയ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി തൽപര കക്ഷികൾ ഉപയോഗിച്ചു എന്നത് ഉറപ്പിക്കാവുന്ന അല്ലെങ്കിൽ ആ നിലയിൽ കാര്യങ്ങൾ കണ്ടെത്തി എന്നതിൻ്റെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അല്ലെങ്കിൽ
ഈ പറയുന്ന കൊടിമരത്തിന്റെ പുനർനിർമ്മാണം അടക്കം ഉള്ള കാര്യങ്ങളിൽ അന്വേഷണ വിധേയമാക്കേണ്ട ഒരുപിടി സംഗതികളുണ്ട്. അതിലെ ഭരണപരമായ അനുമതി ഉൾപ്പെടെ എന്ന് കോടതിക്ക് എന്ന് SIT പറയേണ്ട സാഹചര്യമില്ലല്ലോ. ഇവിടെ SIT തന്നെ കോടതി മുൻപാകെ അത് മുന്നോട്ട് വെക്കുകയും കോടതി അത് സർവാത്മന അതിലൊരു അന്വേഷണം വേണമെന്ന നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ശബരിമലയെ ഉപയോഗിച്ച് നടത്തിയ സാമ്പത്തിക തിരിമറിയുടെ വിവരങ്ങൾ പുറത്തു വരികയാണ്. നമ്മൾ ഇതുവരെ വന്നത് ഈ മഞ്ഞുപാലയുടെ അഗ്രം മാത്രമാണോ എന്ന് സംശയിക്കാം. കാരണം വന്നത് തന്നെ നമ്മൾ ഞെട്ടുന്ന വിവരങ്ങളാണ്. അതൊരു മഞ്ഞുപാലയുടെ അഗ്രം മാത്രമാണോ എന്ന് വേണമെങ്കിൽ സംശയിക്കാവുന്ന പുതിയ വിവരങ്ങളാണ് ഈ ഇടക്കാല റിപ്പോർട്ടുകളിലൂടെയും ഇടക്കാല ഉത്തരവുകളിലൂടെയും വരുന്നത്. നമ്മൾ ഇടക്കാല ഉത്തരവ്, ഹൈക്കോടതിയുടെ ഉത്തരവ് പരിശോധിച്ചാൽ കോടതി ഒന്നിലധികം തവണ പറയുന്നുണ്ട് കോടതി ആദ്യഘട്ടത്തിൽ ആശങ്കപ്പെട്ടത് എന്താണോ അത് സംഭവിക്കുന്നു എന്ന പദം എന്ന പ്രയോഗം പലയിടത്തും കോടതി തന്നെ ആവർത്തിക്കുന്നുണ്ട്. ആ ഇടക്കാല ജഡ്ജ്മെന്റിന്റെ പല പാരഗ്രാഫുകളും തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അത്രത്തോളം ഗൗരവത്തിലുള്ള വിവരങ്ങളാണ് ശബരിമല സംബന്ധിച്ചുള്ള SITയുടെ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും പുറത്തു വരുന്നത്. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.